Hello, boys and girls. Welcome back to another video and day 42. Yes. This is day 42. ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാ. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് അവിടെ. അതിന് വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരും. ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. ഞാൻ ആക്ച്വലി ഓഫീസ് ഇതുകൊണ്ട് ഈ ബിൽഡിങ്ങിന്റെ അപ്പുറത്തെ ബിൽഡിംഗ്. ഞാനിപ്പോൾ എന്തെങ്കിലും വെള്ളം കുടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഓഫീസിൽ ഞാനിപ്പം വൈകിട്ട് 7:30 എന്നാണ് ട്രെയിന്. ഒരു 5 o'clock ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങും. ദാറ്റ്സ് ഇറ്റ്. ഞാൻ എന്തെങ്കിലും കുടിച്ചിട്ട് തിരിച്ചു വരാം. യോ ഗൈസ്, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ആക്ച്വലി താമസിച്ചു. 7 മണിക്ക് ട്രെയിൻ, ഇപ്പം 5:30 സമയമുണ്ട്. എന്നാലും ഓടാൻ പോയി. ഇനി അവിടെ ചെന്നിട്ട് കാണാൻ കേട്ടോ, ഒട്ടും സമയമില്ല. ഹേ ഗായ്സ്, ഞാൻ അങ്ങനെ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ടില്ല. ഫസ്റ്റ് ടൈം ഇവിടെ മജസ്റ്റിക്കിൽ കുറേ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര റഷാണ്. ഞാൻ കണ്ടുപിടിക്കട്ടെ. ഞാൻ ഒരു ബർഗറും ഒരു മായും ഒക്കെ വാങ്ങിച്ചു. ഫ്രൂട്ടി ആൻഡ് പ്ലാറ്റ്ഫോം തപ്പി പൊയ്ക്കൊണ്ടിരിക്കുക. വി ഗോട്ട് ഇറ്റ് ഫൈനലി. 8 മണിക്ക് എടുക്കും. 6:30 എന്തോ ആയതേ ഉള്ളൂ സമയം. ദേ നമ്മുടെ വണ്ടിയുടെ ബാക്ക്. ഞാൻ എന്തായാലും കയറിക്കഴിഞ്ഞ് വരാം. ഓക്കെ. Good morning. ഹേ ഗായ്സ്, അങ്ങനെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര ഞാനങ്ങനെ വീടിന്റെ അവിടോട്ട് എത്തുകയാണ്. ഞാനൊരു വക കഴിച്ചിട്ടില്ല. ഇന്ന് ആക്ച്വലി ട്രെയിൻ ലേറ്റ് ആയിരുന്നു. 7:50 ഇവിടെ വരുമെന്ന് പറഞ്ഞ് ട്രെയിൻ വന്നത് എത്ര 10 മണിക്കോ അല്ല 9:30 വന്നത്. പിന്നെ അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു. ഓൾമോസ്റ്റ് ഇപ്പൊ സമയം 12 മണിയായി. ഞാൻ ഒരു വക കഴിച്ചിട്ടില്ല ഇതുവരെ. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കണം. ദാറ്റ്സ് ദ തിങ്. അപ്പൊ എന്തായാലും വീട്ടിലോട്ട് നടക്കുക. ഗൈസ്, ഞാൻ വീട്ടിൽ വന്നു ആൻഡ് വിശക്കുന്നു. സോ നമുക്ക് കഴിക്കാൻ ചപ്പാത്തി ആൻഡ് ഐ തിങ്ക് നോ കറീസ് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ഹേ ഗൈസ്, സാമ്പാർ, ഐസായ സാമ്പാർ. ഇത് ചൂടാക്കാം. ആൻഡ് ദെൻ മൈ ഫേവറേറ്റ് തിങ് മുട്ട. ഓക്കെ, ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഒന്ന് ചൂടാക്കാം. ഗ്രെയിൻസ് ഉണ്ടല്ലേ, സാരമില്ല. ഗൈസ്, വി ആർ കുക്കിംഗ് 2x. യെസ്, 2x. ആൻഡ് ഫൈനലി ഇതാണ് എൻ്റെ ഉച്ചയ്ക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് 12:30 ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തി, എഗ് ആൻഡ് സാമ്പാർ. ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്തത് നിങ്ങൾ ഈ ഒരു 2 ദിവസം മുന്നേ മിനിഞ്ഞാന്ന് ഞാൻ ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്ന വീഡിയോ ആണ് നിങ്ങളുടെ ലാസ്റ്റ് കണ്ടത്. ഇപ്പം 2 ദിവസം കഴിഞ്ഞു. ഇന്ന് മിനിഞ്ഞാന്ന് ഞാൻ വന്നു. 2 ദിവസം കഴിഞ്ഞു. നാളെയാണ് ബാംഗ്ലൂർ തിരിച്ചു പോകുന്നത്. അന്നത്തെ വീഡിയോ ബാലൻസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ വീഡിയോ എടുത്തില്ല. ഇന്ന് ഞാനിപ്പം എടുത്ത് എനിക്ക് അപ്ഡേറ്റ് തരണമല്ലോ. ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യാൻ പറ്റിയുള്ള ഒരു മൂഡിലല്ലായിരുന്നു 2 ദിവസം. it's part of this life. പക്ഷെ I don't know what is happening, but എന്തോ ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ സിറ്റുവേഷനിൽ കൂടെ 2 ദിവസം ഇങ്ങനെ പോയി. കുറെ വർക്ക് ഉണ്ടായിരുന്നു, അതൊന്നും തീർത്തില്ല. ഒരു കിണ്ടി പോലും തീർത്തിട്ടില്ല. ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ആദ്യം ഒരു ക്ലയന്റിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കണമായിരുന്നു. എനിക്ക് മിനിഞ്ഞാന്ന് അയച്ചു കൊടുക്കണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ ഇവിടെ വന്നിട്ട് കുറെ റീൽ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. അത് നടന്നില്ല. ആക്ച്വലി എനിക്ക് എവിടെയാണ് ട്രിഗേർഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇന്നലെ എന്റെ ഇവിടെ വീട്ടില് എന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ +1 +2 ഒന്നിച്ച് പഠിച്ച കുറെ ആൾക്കാർ. ഞങ്ങൾക്ക് നേരത്തെ തൊട്ടേ അറിയാം. ഇങ്ങനെ പോലെ ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പക്ഷെ പല ഡിവിഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ +1 +2 വന്ന സമയത്താണ് ഞങ്ങൾ എല്ലാവരും ഒരു ക്ലാസ്സിലായതും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയായിരുന്നു. സ്കൂൾ മൊത്തം നമ്മുടെ ആ ഒരു ടീമിനെ അറിയായിരുന്നു. ഞങ്ങൾ ഒരു 10 പേര്. പക്ഷെ ഇന്നലെ 9 പേരെ ഉള്ളായിരുന്നു. ഭയങ്കര സംഭവമായിരുന്നു ഒരു സമയം. അതായത് കഴിഞ്ഞ ഇയർ വരെ. ഇന്നലെ അവരിവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. ആക്ച്വലി ആ ഒരു എത്ര മണിയായിരുന്നു, എനിക്ക് തോന്നുന്നു ഒരു 1:30 തൊട്ട്
വൈകിട്ട് 5:30 വരെ, 2:30, 3:30, 4:30, 5:30, 4 മണിക്കൂർ ക്ലാസ് അടച്ച് ഇപ്പൊ ഒരു 8-9 മാസമാകുന്നു. അതായത് എന്റെ +2 ലൈഫ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി അത്രയും സന്തോഷിച്ച ഒരു ദിവസം ആ ഒരു 4 മണിക്കൂറായിരുന്നു ഇന്നലത്തെ. ഞാനത് പിന്നീട് ഞാൻ ഇങ്ങനെ ആലോചിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്, ഞാൻ ആക്ച്വലി ഇപ്പം എനിക്കങ്ങനെ ഫ്രണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ എന്റെ പ്രായത്തിനൊത്ത് ഞാൻ സംസാരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതിൻ്റെതായിട്ടുള്ള എന്തോ ഒരു സംഭവം അവിടെ എവിടെ എനിക്ക് തോന്നി ആക്ച്വലി. ദാറ്റ്സ് ഇറ്റ്. പക്ഷെ വേറെ വഴിയില്ല. അപ്പൊ എന്തായാലും ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഐ ഡോണ്ട് വാണ്ട് സെന്റിമെന്റ്സ്. ഞാൻ രാവിലെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാ, ഒരു 20-26 സെക്കൻഡിന്റെ ഒരു വീഡിയോ. ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ച്, ഞാൻ ഓൾറെഡി അവിടുന്ന് വരുന്നതിന് മുന്നേ കട്ട് ചെയ്ത് വെച്ച വീഡിയോ ഇതുവരെ തീർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഞാൻ രാവിലെ 11 മണിക്ക് എന്തോ എഡിറ്റ് ചെയ്യാൻ ഇപ്പൊ സമയം കറക്റ്റ് 1 മണിയായി. ഷൂട്ട് ചെയ്യുമ്പം 1 മണി. ഇതുവരെ ഞാൻ അത് തീർത്തിട്ടില്ല. ദാറ്റ്സ് ലൈഫ്. സോ എന്തായാലും ഞാനിത് തീർത്തിട്ട് ഈ വ്ളോഗ് ഇന്ന് നിർത്തിയിട്ട് നാളെ തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഗൈസ്, ഐ എം റിയലി സോറി. ഈ ഒരു വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഐ തിങ്ക് 43, 44, 45 5th ഡേ, ഈ 3 ഡേയോട് ഒന്നിച്ചുള്ളതായിരിക്കും. പക്ഷെ ഇന്നലത്തെ ഇല്ലായിരുന്നു. ഇന്നലത്തെ ചെറിയ ക്ലിപ്സ് ഞാൻ വേണേ കാണിക്കാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ ഓരോരോ ഒറ്റ. ശരിക്കും ദാറ്റ് വാസ് റിയലി നൈസ്. ഗൈസ്, അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ആശിഷും പിള്ളേരും ഒന്നിച്ചിരിക്കുകയാണ്. ഞാൻ പിന്നെ കുറെ നേരമായിട്ട് എൻ്റെ പുള്ളിയുടെ ഖാലിദ് അൽ അമീരി അങ്ങനെയല്ലേ പറ്റുക, ഖാലിദ്, ഓക്കെ, പുള്ളിയുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല കോമഡി ആയിരുന്നു. അപ്പം ഇവരും നമ്മുടെ ഷസാമൊക്കെ ഇല്ലേ, ഇവരൊക്കെ ചേർന്ന് ചെയ്യുന്ന കുറേ കോണ്ടന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ആക്ച്വലി കുറച്ച് ഫണ്ണായിരുന്നു. സോ ഇതും കണ്ട് എന്റർടൈൻ അടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ ഇത്ര നേരം. സോ ഇന്നൊരൊറ്റ ദിവസവും കൂടെ ഉള്ള എൻ്റെ മുന്നിൽ. നാളെ ഞാൻ പോവാ, എങ്ങനെയും എടുത്തേ പറ്റൂ. സോ ഞാൻ എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്യട്ടെ. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമെങ്കിലല്ല എടുക്കണം, വീഡിയോ എടുക്കണം. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കണം. കുറേ പണിയുണ്ട്, പക്ഷേ കുറേ പണി പെൻഡിങ് ആയിപ്പോയി. പക്ഷെ എന്തായാലും എഡിറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഹലോ. ഞാൻ മുമ്പ് പറഞ്ഞാലും വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നല്ലോ, അത് കംപ്ലീറ്റ് ആയില്ല. ഇതുവരെ വേണ്ടതൊക്കെ കംപ്ലീറ്റ് ആയി. ഇനിയും പെൻഡിങ് വർക്ക് കുറെ ഉണ്ട്. അത് ചെയ്തു. അത് ഞാൻ ക്ലയന്റിന് അയച്ചു കൊടുത്തു. അതെല്ലാം റെഡിയാക്കി. ഇടയ്ക്ക് ഞാൻ കഴിക്കാൻ പോയി. പിന്നെ ഇപ്പൊ മെയിൻ ആയിട്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ സ്റ്റഡി അബ്രോഡ് ഏജൻസി സ്റ്റാർട്ട് ചെയ്തായിരുന്നു ബാംഗ്ലൂർ. അപ്പം അവിടെ 2-3 സ്റ്റുഡൻസിനെ എന്നെ വിളിച്ച് സംസാരിക്കാനുണ്ട്. ഓൾറെഡി ഞാൻ സംസാരിച്ചു. അപ്പൊ ഒന്നുകൂടെ വിളിച്ച് അവരോട് സംസാരിക്കണം. അതിപ്പം ഒന്ന് നോക്കട്ടെ അല്ല ചെയ്യട്ടെ. അത് ചെയ്തിട്ട് ബാക്കി നോക്കാം. ഇതുണ്ട്, ഇത് ഒരു PDF. അപ്പം ഇതിനകത്താണ് ആക്ച്വലി സ്റ്റുഡൻസിന്റെ നമ്പേഴ്സ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റുഡൻസിനെ കോൺടാക്ട് ചെയ്തത്. നമ്മൾ ആഡ്സ്, വീഡിയോസ് എടുത്ത് നമ്മൾ ഫേസ്ബുക്കിൽ ആഡ്സ് ഇടും. കോഴ്സിന്റെ ഡീറ്റെയിൽസും പല രാജ്യത്ത് നമ്മൾ പല യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മൾ വീഡിയോസ് ഉണ്ടാക്കി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. സോ അതിൽ നിന്ന് വരുന്ന ലീഡ്സ് കളക്ട് ചെയ്ത്, ആ ലീഡ്സ് ആണ് ആക്ച്വലി ലീഡ്സ് കളക്ട് ചെയ്ത് നമ്മൾ എക്സലിലോട്ട് മാറ്റി അതിനകത്ത് പുതിയൊരു ടാബോർഡ് ഓപ്പൺ ചെയ്യും. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും കോൾ ചെയ്ത് നോർമലി നമ്മൾ സെയിൽസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന ലീഡ്സ് ആണ്. നമ്മൾ ജസ്റ്റ് അവരെ വിളിച്ച് ക്ലിയർ ഔട്ട് ചെയ്താൽ മാത്രം മതി. സോ പിന്നെ അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരെ നമ്മൾ അഡ്മിഷൻ എടുപ്പിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അവരുടെ പ്രോസസ്സ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യും. യൂണിവേഴ്സിറ്റി പ്രോസസ്സ് അത് ഇതെന്നൊക്കെ പറയും. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക്. സോ അതെല്ലാം ചെയ്യും. ആരോ വന്നു, ആരാ നോക്കുന്നത്. ബോയ്സ്, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 3 yearsന് ശേഷം അങ്ങനെ കളിക്കാൻ വന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കളിക്കാനായിട്ട് വന്നതാ. ഇതല്ല, അതിൻ്റെ അടുത്ത് വേറെ ഓപ്ഷൻ ഇല്ല എല്ലാത്തിൽ നിന്നും മാറിയിക്കാൻ. സോ ബൈ. ഗൈസ്, ഇതിനെല്ലാം ശേഷം നമുക്ക് സെയിൽസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ യൂട്യൂബിൽ ലൈവ് പോയി. ഇന്നത്തെ ലൈവും എല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങൾ മുമ്പേ കണ്ട ഞാനായിരിക്കത്തില്ല. ഇപ്പൊ ഞാൻ കുറച്ച് ഓക്കെ ആണ്.
ആൻഡ് ഞാനിപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മുടെ സെയിൽസിലെ, നമ്മൾ യൂട്യൂബിൽ നിന്ന് പോസ്റ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത നമ്മുടെ സെയിൽസ് ടീമിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇപ്പം അത് കഴിഞ്ഞു. കുറേ നല്ല നല്ല ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റും. അതിലൂടെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹമുള്ള കുറെ ആൾക്കാർ അവരുമായിട്ട് സംസാരിച്ചു. സെയിൽസിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സാറ്റർഡേ സൺഡേ സെയിൽസിന്റെ ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഞാൻ യൂട്യൂബ് ലൈവ് പോയി, നിങ്ങൾ കണ്ടായിരുന്നു ചെറിയൊരു പോർഷൻ. ഈ വട്ടത്ത് കുറെ കൂടെ എൻഗേജിങ് ആയിരുന്നു. ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ആൻഡ് നാളെ ഞാൻ ബാംഗ്ലൂർക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ ഇനി നാളെ വ്ലോഗ് എടുക്കാം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്ഡേറ്റ് ഞാൻ തരാം എന്നാണ് എൻ്റെ പ്ലാൻ. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ഇനിയും വ്ലോഗ് എഡിറ്റ് ചെയ്യട്ടെ. ആൻഡ് വ്ലോഗ് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കിടക്കും. യെസ്, ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. സീ യു ടുമോറോ.